കുട്ടികളിൽ കാണാറുള്ള മംസ് അല്ലെങ്കിൽ മുണ്ടിനീരിനെ പറ്റിയിട്ട് കുറച്ച് വിവരങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മംസിന് വേണ്ടി നമ്മൾ എടുക്കുന്ന MMR വാക്സിനേഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മംസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. പാരാമിക്സോ വൈറസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന ഒരുതരം വൈറസുകളാണ് ഈ മംസ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഉമിനീർ ഗ്രന്ഥി, ഈ ജോലൈനിൽ കാണുന്ന ഉമിനീർ ഗ്രന്ഥി, പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയും. അപ്പോൾ ഈ ഗ്രന്ഥിക്കുണ്ടാകുന്ന നീർക്കെട്ടാണ് ഈ മംസ് എന്ന് പറയുന്നത്. അപ്പോൾ മംസ് വന്നവരെയൊക്കെ നമ്മൾ നേരിട്ടല്ലെങ്കിൽ പിക്ചറിലെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സൈഡ് ഇങ്ങനെ വീർത്തിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ജനറലി ഇത് സാധാരണ എല്ലാ വൈറൽ ഫീവറിൻ്റെയും പോലെ തന്നെ തലവേദന, ബോഡി പെയിനൊക്കെ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്ഷീണമൊക്കെ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഇവർക്കൊരു ഹൈ ഗ്രേഡ് ഫീവർ വരും. ഒരു 103 ഡിഗ്രി വരെയൊക്കെ പോകുന്ന തരത്തിലുള്ള ഒരു പനി ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈ സൈഡിൽ കാണുന്ന ഈ ഗ്രന്ഥികൾക്ക് വീക്കം, നല്ല പെയിൻഫുൾ ആയിട്ടുള്ള വീക്കമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അസുഖം പകരുന്നത് വായുവിലൂടെയും അതുപോലെ കോണ്ടാക്റ്റിലൂടെയാണ്. അതായത് മംസ് വന്ന ഒരു കുട്ടി ഇതുപോലെ തുമ്മുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ വൈറസുകൾ ഡിസ്ചാർജ് വഴി പുറത്തു വരിക. ഈ ഡിസ്ചാർജ് അടുത്ത് നിൽക്കുന്ന ആളുടെ ഉള്ളിലേക്ക് എത്തിയിട്ട് ഉമിനീറിൽ കലർന്ന് ഈ പരോട്ടിഡ് ഗ്ലാൻഡിൽ പോയിട്ട് ഈ വൈറസ് അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷനുള്ള ഒരു കുട്ടി ഉപയോഗിച്ച വസ്തുക്കൾ ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ബുക്കോ അങ്ങനെ എന്തെങ്കിലും കുട്ടി തൊട്ടിട്ട് അത് മറ്റൊരാൾ എടുക്കുമ്പോൾ അങ്ങനെ അതുവഴി കോണ്ടാക്റ്റ് വഴി അങ്ങനെയും ഈ മംസ് പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ ഗോയിങ് കുട്ടികളിൽ, സ്കൂളിൽ പോകുന്ന കുട്ടികളിലായിരിക്കും അധികം ഈ ഇൻഫെക്ഷൻ കണ്ടുവരുന്നത്. മാക്സിമം ഒരു 15-16 ദിവസത്തിനകത്ത് ഇത് തനിയെ മാറുന്ന ഒരു അസുഖമാണ് മംസ്. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ തനിയെ ചികിത്സിക്കാനോ വീട്ടിൽ തന്നെ നോക്കാനായിട്ടോ ശ്രമിക്കരുത്. കാരണം എന്ന് പറയുന്നത് ഇത് ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നൊരു ഇൻഫെക്ഷനാണ് ഈ മംസ്. ഇപ്പം ആൺകുട്ടികളിലാണ് അധികം ശ്രദ്ധിക്കേണ്ടത്. ഈ വൈറസ് അവരുടെ ജനനേന്ദ്രിയങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് പിന്നീട് അത് ഭാവിയിൽ അവർക്ക് സ്പേം കൗണ്ട് കുറയാനൊക്കെ കാരണമാകും. അതുപോലെ തന്നെ അത് ബ്രെയിനിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ, അതുപോലെ പാൻക്രിയാസിലേക്കൊക്കെ ഈ ഇൻഫെക്ഷൻ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ ഈ ഗ്രന്ഥികളുടെ വീക്കം ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഈ പരോട്ടിഡ് ഗ്ലാൻഡിൻ്റെ വീക്കം കാരണം കുട്ടികൾക്ക് ആഹാരം ഇറക്കുന്നതിനും ചവയ്ക്കുന്നതിനുമൊക്കെ വളരെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പെയിൻ കാരണം കുട്ടികൾ ഫുഡ് കഴിക്കാനൊക്കെ വളരെ മടി കാണിക്കും. അതനുസരിച്ച് അവരിലൊരു വീക്ക്നെസ്സും കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ മടി കാണിച്ചാൽ അവരെ ധാരാളം വെള്ളം കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏത് വൈറൽ ഇൻഫെക്ഷനും ആയിക്കോട്ടെ ധാരാളം വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഈ പെയിൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോൾഡ് പാക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈറൽ ഇൻഫെക്ഷനാണ്, ആൻറ്റിബയോട്ടിക്കുകൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ വീഡിയോയ്ക്കകത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടത്, അല്ലാതെ വൈറൽ ഇൻഫെക്ഷൻസിന് ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പനിക്ക് വേണ്ടുന്ന രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതുപോലെ മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക. കുട്ടികൾക്ക് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതൊരു ലിക്വിഡ് ഫോമിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഇറക്കാനുള്ള ബുദ്ധിമുട്ടിന് ഒരു ആശ്വാസമായിരിക്കും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റു കുട്ടികളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കുക എന്നുള്ളത്. ഇത് നമ്മൾ പറഞ്ഞ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. എയർബോൺ ആയതുകൊണ്ട് വായുവിലൂടെ പെട്ടെന്ന് പകരുന്നതിനാൽ മാക്സിമം കോണ്ടാക്റ്റ് ഒഴിവാക്കുക. ഇനി വാക്സിനെ പറ്റിയിട്ട് നോക്കാം. മംസിന് അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ എന്ന് പറയുന്നത് MMR ആണ്. മംസ്, മീസിൽസ്, റുബല്ല ഒന്നിച്ചുള്ള വാക്സിനാണ് MMR എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഷെഡ്യൂളിൽ MMR ആയിട്ടുണ്ടോ എന്നറിയില്ല. ചിലയിടങ്ങളിലൊക്കെ MR, മീസിൽസ്, റുബല്ല മാത്രമായിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യണം. MR ആണ് MMR ആണ്, അതായത് മംസും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാക്സിനാണ് എടുത്തിട്ടുള്ളതെന്നത് കൺഫേം ചെയ്യുക. ഇല്ലെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 12 മുതൽ 15 മാസം, അതായത് 1.5 വയസ്സിനിടയ്ക്കാണ് ഇത് ആദ്യത്തെ ഡോസ് എടുക്കുന്നത്. രണ്ടാമത്തെ ഡോസ് വരുന്നത് 4 വയസ്സിനും 5 വയസ്സിനും ഇടയിലാണ്.